കണ്ടസ്റ്റന്റിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജേഷ് പാണാവള്ളി. എത്ര വർഷമായി കലാലോകത്ത് വന്നിട്ട്? ഞാൻ 15 വർഷത്തോളമായി. 15 വർഷത്തോളം. ഏത് ട്രൂപ്പിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്? ഞാൻ കൊച്ചിൻ സംഘകല, പിന്നീട് ഹരിശ്രീയിലുണ്ടായിരുന്നു, പിന്നെ തിരുവനന്തപുരം സാരഥി, അതിനുശേഷം സാജു നവോദയ, നമ്മുടെ പാഷാണ ഷാജിയോടൊപ്പം ഒരു 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പറവൂർ രാജേഷ് നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ 4 പേര്. കുടുംബ കുട്ടികളുടെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? ഒരു ഭാര്യ 2 കുട്ടികൾ. ഈ കുട്ടികൾ അച്ഛന്റെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. 9 വയസ്സായുള്ള കുട്ടികൾക്ക് ഇരട്ട കുട്ടികളാണ്. വർഷ, മേഘ എന്നാണ് പേര്. ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ചോദ്യം, ആദ്യത്തെ കുട്ടിക്കാണോ വർഷ എന്ന് പേരിട്ടിരിക്കുന്നത്, രണ്ടാമത്തെ കുട്ടിക്കാണോ വർഷ എന്ന് പേരിട്ടിരിക്കുന്നത്? ഞാൻ ഫസ്റ്റ് വർഷ എന്ന് പേരിട്ടു, രണ്ടാമത്തെ മേഘ. എനിക്ക് കൊച്ചുണ്ടായപ്പോ ഭാര്യ പൂനെയിലാണ് പ്രസവിച്ചത്. അപ്പൊ ജനിച്ചപ്പോ കൊച്ചിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പൊ തന്നിട്ട് പറഞ്ഞു മഞ്ഞ നിറത്തിന് ഹിന്ദിയിൽ പീല രംഗ് എന്നാണ് പറയുന്നത്, പീല. അപ്പൊ കൊച്ചിന് ഇച്ചിരി മഞ്ഞ നിറം ഉണ്ടെന്നുള്ള എടുത്ത് തന്നിട്ട് പറഞ്ഞു പീലി ഹെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കൊച്ചിന് പേരിട്ടു പീലി. മയിൽപീലി, വീലി എന്നൊക്കെ പേരുണ്ടല്ലോ, പീലി. നമ്മൾ അധികം പറയാനായിട്ട് നിന്നില്ല, ഒറ്റയടിക്ക് പേരിട്ടു. ഈ ഇരട്ട കുട്ടികളാണെന്ന് നേരത്തെ അറിയാമായിരുന്നോ? പ്രസവിച്ചപ്പോ സർപ്രൈസ് ആയിട്ട് കണ്ടതാണോ? അല്ലല്ല, നേരത്തെ അറിയാമായിരുന്നു. ആണ്. അപ്പൊ സർപ്രൈസുകൾ കിട്ടുന്ന ഒരാളാണ്. ഇവിടുന്ന് എന്തെങ്കിലും സർപ്രൈസുകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. രാജേഷ് പാണാവള്ളി ഇവിടെ നിൽക്കൂ. അടുത്ത മത്സരാർത്ഥി വിളിക്കൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് രാജേഷ് പറവൂർ. മറ്റൊരു സുഹൃത്ത്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചോദിച്ചറിയണ്ട, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കർത്തവ്യം മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങൾ 16 വർഷത്തെ സൗഹൃദമുണ്ട്. ഇപ്പൊ രാജേഷ് ചേട്ടൻ ഒരുപാട് സിനിമകളിൽ സജീവമായിരിക്കുന്നു. ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു? എത്ര സിനിമ കഴിഞ്ഞു? ഇപ്പോ ലാലേട്ടൻ ഒരു പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് പടം? പേരിട്ടിട്ടില്ല. നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ ജിബു ജേക്കബ് സാറിന്റെ. വീട്ടില് ഭാര്യ, 2 കുട്ടികൾ. ഭാര്യയുടെ പേര് ഡെജി. മക്കളുടെ പേരെന്തൊക്കെയാണ് രാജേഷ് ചേട്ടാ? ഇമ്മാനുവൽ, സാമുവൽ. അപ്പൊ 2 പേർക്കും ഇവിടുന്ന് സമ്മാനങ്ങൾ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാജേഷ് ചേട്ടൻ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വിനോദ് കെടാമംഗലം. 2016 PSC ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. വിനോദ് കെടാമംഗലം അഭിനയിക്കാത്ത സിനിമ കണ്ടുപിടിക്കുക. അതിന് ഉത്തരം എഴുതാൻ പറ്റാതെ ഒരുപാട് കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വരെയാണ് അറിഞ്ഞിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ജോലി നഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടനെ ഒന്ന് കാണാനായിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു. അല്ല, ചെറിയ വേഷങ്ങളായിരിക്കും, പക്ഷെ എല്ലാ സിനിമകളിലും എവിടെയെങ്കിലും ഒരാൾ ഓട്ടോറിക്ഷ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകും. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വിനോദേട്ടൻ സിനിമയിൽ വളരെ സജീവമായിട്ട് വരാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിനോദേട്ടൻ വേറെ വിശേഷങ്ങൾ? നല്ല വിശേഷം, വളരെ സന്തോഷം. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ടൈൽസിന്റെ ഹോം മിനിസ്റ്റർ എന്നുള്ള പ്രോഗ്രാം, ഈ പ്രോഗ്രാമിന്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് സമയത്ത് ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കും ഈ ടിവിക്കും വിശാരടിക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത് ഈ ചരിത്ര മുഹൂർത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണാവോ? ഈ ഒന്നാമത്തെ എപ്പിസോഡ് ഒന്നേ ഉള്ളൂ. ഇനി 100 ആഘോഷിച്ചാലും 50 ആഘോഷിച്ചാലും ഒക്കെ എല്ലാം ഞാൻ കുറെ സ്കൂളുകളുടെ ഫംഗ്ഷൻ മുമ്പ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നേക്കാം. 1963 വെറും 13 കുട്ടികളുമായി ഓലക്കെട്ടിടത്തിൽ തുടങ്ങിയതാണ് ഈ സ്കൂൾ എന്നൊക്കെ പറയും. ഇപ്പോൾ 2000 കുട്ടികൾ എന്നുള്ള ഇത് നമ്മൾ എത്ര വളർന്ന് പന്തലിച്ചാലും ഇവർ 5 പേരും നമ്മുടെ ആദ്യത്തെ പൊന്നോമനകളാണ്. വിനോദേട്ടൻ വന്നിരിക്കുന്നത് കെടാമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കെടാമംഗലം ലോകപ്രശസ്തമായത് കെടാമംഗലം സദാനന്ദൻ എന്ന് പറയുന്ന കാതികന്റെ നാട്ടിൽ നിന്നാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണെങ്കിൽ ഒരു കാതികനായി പോകേണ്ട ആൾ എങ്ങനെയാണ് മിമിക്രിക്കാരനായിട്ട് വന്നത്? അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് 10th സംസ്ഥാന കലോത്സവത്തിൽ കഥാപ്രസംഗത്തിന് മിമിക്രിക്കും ഫസ്റ്റ് പ്രൈസാണ്. പിന്നീട് കഥാപ്രസംഗം അന്ന് വസന്തകാലമായിരുന്നു, ഒരുപാട് കഥകളും വേദികൾ കണ്ടായിരുന്നു. അപ്പൊ ഞാനും ഒരു പ്രൊഫഷണൽ കാഥികനായിരുന്നു അന്ന്. പക്ഷെ പിന്നീട് ഇടയ്ക്ക് കഥാപ്രസംഗത്തിന്റെ ഇടയിൽ മിമിക്രി ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ കഥ പറയും 1.5 മണിക്കൂറിന്റെ 1/2 മണിക്കൂർ മിമിക്രി. മിമിക്രി വിന്നർ ആണല്ലോ. പക്ഷെ മിമിക്രിക്കാണ് കൂടുതൽ കൈയടി. മിമിക്രി ആകുമ്പോൾ ആൾക്കാരുണ്ടാവും, കഥ കേൾക്കാൻ അവിടെയൊക്കെ മാറി ആൾ നിൽക്കും. പക്ഷെ സ്വാഭാവികമായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി മിമിക്രി ആണെന്നല്ല മനസ്സിലായി. നേരെ കഥാപ്രസംഗം മാറ്റി മിമിക്രിയിലേക്ക് കടന്നു. എന്നാലും ചേട്ടൻ്റെ കഥാപ്രസംഗത്തിന്റെ ഒരു പാട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും വിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാലസിൽ ഗ്രാമഭംഗി. ആ കാട്ടിലൂടെ തീരത്ത്, ആ പച്ചപ്പുൽത്തികളിൽ, ആ പൂമരത്തിലെടുത്ത് 2 യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് മദനൻ. അവർ സുഹൃത്തുക്കളാണ്, ചങ്ങാതിമാരാണ്, സഹോദരങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഞെട്ടിലങ്കൂലി ചാർത്ത ശോഭം, വിലസീടും 2 ഓമൽ പൂക്കൾ പോലെ. അത്ര സുഹൃത്തുക്കളായി ഒരു മ്ലാനത, ഒരു ശങ്ക. ചോദിച്ചു, രമണ എന്താ അതിന് മുഖത്തൊരു മ്ലാനത? തുറന്ന് പറയത് അതിനു വേണ്ടി പണയപ്പെടുത്താം എൻ ജീവനും ഞാൻ.
രഹസ്യമുണ്ട്. മറ്റൊന്നുമല്ല, രമണനും ചന്ദ്രനും തമ്മിൽ പ്രണയബദ്ധരാണ്. സുഹൃത്തായ സുഹൃത്തോട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ രമണ നീ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ. രമണൻ എന്ത് രഹസ്യമാണ് മറച്ചു പിടിച്ചെന്ന് ഈ മത്സരത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത മത്സരാർത്ഥിയെ വിളിക്കൂ. ഇതുപോലെ ഗംഭീരമായിട്ടുള്ള പല ഐറ്റംസും ഈ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കിട്ടും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. പക്ഷെ അതിനു മുമ്പായിട്ട് ബാക്കി കണ്ടസ്റ്റൻസിനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോഷി മഹാത്മാ. ജോഷി മഹാത്മാ. ഇന്ത്യയിൽ കുറച്ച് പേർക്ക് മാത്രമാണ് മഹാത്മാ എന്ന് നമ്മൾ ചേർത്ത് വിളിക്കുന്നത്. ഒന്ന് മഹാത്മാ ഗാന്ധിജിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പിന്നെ ജോഷി മഹാത്മയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പലരും വിചാരിക്കും ജോഷി ഏതോ മഹാത്മാവാണെന്ന്. ഒന്നുമല്ല, ഹരിശ്രീ അശോകൻ, കലാഭവൻ മണി എന്നൊക്കെ പറയുന്ന പോലെ ജോഷി പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ട്രൂപ്പിന്റെ പേരാണ് മഹാത്മാ എന്ന് പറയുന്നത്. കൊച്ചിൻ മഹാത്മയിലെ ജോഷി മഹാത്മാ അല്ലേ? ഇത് ഗുണം ചെയ്യുന്നല്ലേ ജോഷിക്ക്? മഹാത്മജി മഹാത്മജി എന്നൊക്കെ വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കാനുള്ള ക്വാളിറ്റി ഒന്നും നമുക്കില്ലല്ലോ. എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ വേറെ തരം കൂടെ ഉണ്ട്. നമ്മുടെ ബിജു വിജയത്തിൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അവന്റെ വീട്ടുപേര് പത്മശ്രീ എന്നാ. അതുകൊണ്ട് ബിജു പത്മശ്രീ എന്നാണ് അറിയപ്പെടുന്നത്. പത്മശ്രീ ബിജു വരുന്ന പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുമ്പോൾ നോക്കുന്നില്ല, വീട്ടുപേര് പത്മശ്രീ എന്നിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ജോഷി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ, വൈഫ്, കുട്ടി. കുട്ടി എത്രയിലായി? 2-ൽ. പരിപാടികളൊക്കെ കുട്ടികൾ കാണാറുണ്ടോ? കാണാറുണ്ട്, അത്യാവശ്യം കാണാറുണ്ട്. ജോഷിയുടെ ഒരു പാസ്റ്ററിന്റെ ഒരു പ്രകടനങ്ങൾ എന്തെങ്കിലും നമുക്ക് കാണിച്ചു വെക്കാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ട് മതി, വന്നാൽ മതി. അപ്പൊ പാസ്റ്റർ വരും, കാത്തിരിക്കുക, അവിടെ വന്നോളൂ. നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് സിസി. സിസി ഒരു ഹാസ്യ കലാകാരിയാണ്. ഈ പുരുഷ മേധാവിത്വം കൂടുതലുള്ള ഒരു കലാമേഖലയാണ് ഹാസ്യം എന്ന് പറയുന്നത്. അതിന്റെ പ്രപ്പോർഷൻ വളരെ കുറവാണ്. ഡാൻസിലാണെങ്കിൽ പെൺകുട്ടികളാണ് കൂടുതൽ, എന്നാൽ ഒരു 30% ആണുങ്ങളുണ്ട്. എന്നാൽ തമാശയുടെ കാര്യത്തിൽ എത്രയോ ആണുങ്ങൾ കൂടുമ്പോഴാണ് ഒരു പെൺകുട്ടി ഈ ഫീൽഡിലേക്ക് വരുന്നത്. കാരണം ഒരു പരിധിവരെയുള്ള ആവശ്യങ്ങളെല്ലാം ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയെങ്കിൽ നടത്തി തീർക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സിസിയെ പോലൊരു സുന്ദരി കോമഡി രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. കോമഡി രംഗത്ത് നിന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവരുടെ പേര് പറയരുത്. ഞാൻ ആദ്യം കോമഡി ഫസ്റ്റ് സ്കിറ്റ് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ്. അതൊരു കുറവല്ല. ഇല്ല, ഷിനോദിനോടും വില്യംസിനോട് ഇത് പറഞ്ഞായിരുന്നു. ഒരുപാട് കൂടെ നിൽക്കുന്നത് ആരാണോ അങ്ങനെയല്ലേ പറയാറ്. സത്യമാണ്, ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സ്കിറ്റ് കളിച്ചത്. ഇവരുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ടായി. ഞാൻ ആദ്യമായി വന്ന ഒരു കുട്ടി എന്നുള്ളത്. ഇതിനു മുമ്പ് അപ്പൊ ഡാൻസിലൊക്കെ പോകണം തോന്നിയില്ലേ? സ്വാഭാവികമായിട്ട് ഞാൻ ഡാൻസ് ആയിരുന്നു. ഞാൻ 4 വയസ്സ് മുതൽ ഡാൻസ് ആയിരുന്നു. 4 വയസ്സ് മുതൽ എത്ര വർഷം ഡാൻസ് പഠിച്ചു? ആലോചിച്ച് പറയണ്ടേ? ഡാൻസ് ട്രൂപ്പായിരുന്നു. അതൊരു ഡിഗ്രി വരെയൊക്കെ കളിക്കുമായിരുന്നു. ഡിഗ്രി വരെയൊക്കെ 4ാം ക്ലാസ്. അത് പേശിയാൽ ഇനി കുറയും തോന്നുന്നു. നമ്മൾ 4 പഠിച്ചാൽ കുറച്ചെടുക്കാം. ഇനി നമ്മളുടെ മത്സരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിന്റെ പേര് അകത്തോ പുറത്തോ. ഞാൻ എപ്പിസോഡിന്റെ ആരംഭത്തിൽ പറഞ്ഞു ഇതൊരു ഡെമോ എപ്പിസോഡാണെന്ന്. അതിന്റെ അർത്ഥം ഇവിടുത്തെ കളികളിൽ, ഇവിടുത്തെ മത്സരങ്ങളിൽ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നുള്ളതല്ല. ഇവർ വന്നത് സൗഹൃദം കൊണ്ടാണ് എന്ന് മാത്രമാണ്. ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയാണോ യഥാർത്ഥ മത്സരാർത്ഥികൾ വന്നിരുന്നെങ്കിൽ മത്സരം നടക്കുക, അതേപോലെ തന്നെ ഇവിടെ നടക്കും. യാതൊരു പരിഗണനയും ഇല്ലാതെ നടക്കും. തോറ്റുപോകുന്നതിൽ ഇവർക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവില്ല. കാരണം അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും നേരെ പിന്നിൽ 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ അക്കങ്ങൾക്ക് തൊട്ടു പിന്നിലുള്ള പടിയിൽ ചെന്ന് അവനവന് ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുത്ത് കയറി നിൽക്കുക. അകത്തോ പുറത്തോ എന്ന ഈ റൗണ്ടിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ എത്ര പേര് അകത്താവും, എത്ര പേര് പുറത്താകും എന്നുള്ളതാണ് ഈ റൗണ്ട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ റൗണ്ടിൽ നിങ്ങൾക്കെല്ലാം ഓരോ നമ്പർ കിട്ടിയിട്ടുണ്ട്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ 5 നമ്പറുകളാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ നമ്പറുകൾക്ക് പിന്നിൽ ആരാണോ നിൽക്കുന്നത് അതാണ് അവരുടെ നമ്പർ. ഇനി നന്ദിനി നിങ്ങൾക്ക് ഓരോ സ്ലേറ്റ് തരും. ആ സ്ലേറ്റുകൾ വാങ്ങിക്കുക. ഇവർ 5 പേരും ഇതിൽ നമ്പറുകൾ എഴുതണം. ആരും അവനവൻ്റെ നമ്പർ എഴുതണ്ട. കാരണം 1-ൽ കൂടുതൽ തവണ ആരുടെ നമ്പറാണോ വരുന്നത് അവർ ഈ കളിയിൽ നിന്നും ഇപ്പോൾ തന്നെ പുറത്താകുകയാണ്.
ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തുടർന്ന് ഈ മത്സരത്തിൽ നിങ്ങളോടൊപ്പം മത്സരിച്ചാൽ ഇവൻ എനിക്കൊരു പാരയായേക്കാം, എൻ്റെ സമ്മാനങ്ങൾ ഇവൻ തട്ടിയെടുത്തേക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവനെ ഔട്ടാക്കാൻ ഇതാണ് ആ സുവർണാവസരം. നിങ്ങൾക്ക് ആരെ ഔട്ടാക്കണമെന്ന് തോന്നുന്നു അയാളുടെ നമ്പർ ഇതിൽ എഴുതുക. ഇനി നന്ദിനി 1 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സ്ലേറ്റ് തിരിക്കണം. 1 ആരും നോക്കരുത്. 3. ജോഷി വരും. ഞാൻ പറയുന്നു ജോഷി എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്കൊന്ന് പറഞ്ഞു. തിരിയരുത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചത്? ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഇതാ അവർ എഴുതുന്നു. ഞങ്ങൾ പൊരുത്തമുണ്ട്, ഞങ്ങൾ പരസ്പരം പ്ലാൻ ചെയ്തില്ല, പക്ഷെ പൊരുത്തം കൃത്യമാണ്. ഓ ഗോഡ്. മോളെ വരും. ജോഷി എഴുതിയിരിക്കുന്നത് 3 ആണ്, അവര് 2 പേര് എഴുതിയിരിക്കുന്നത് 3 ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയ നമ്പർ 3 ആണ്. അപ്പോ എന്നെ കൊണ്ടുവന്നത് ഇവരെ ഔട്ടാക്കാൻ വേണ്ടിയാണ്. എനിക്ക് മനസ്സിലായി. ബാക്കി എല്ലാവരും അവനവന്റെ ബോഡികളിലേക്ക് കയറുന്നുള്ളൂ. നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ പറവൂർ രാജേഷിന്റെ ഭാര്യയുടെ പേര് ഡെജി എന്നാണ്. അതൊരു അപൂർവമായ പേരാണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു അപൂർവമായ പേരാണ് സിസി. എന്താണ് ഈ പേര്? സിസി എന്ന് വെച്ചാൽ അർത്ഥം എനിക്കറിയില്ല. എന്റെ അപ്പച്ചൻ ഇട്ട പേരാ സിസി. അത് ശശിയുടെ സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞു വെക്കുന്നത് ശരിയാണോ? ഇല്ല, പുരുഷന്റെ തന്റേടമുള്ളവളെന്ന് ഒരർത്ഥമുണ്ട്. അത് ആരോ എന്നോട് പറഞ്ഞു. പുരുഷന്റെ തന്റേടത്തോട് കൂടിയവൾ എന്നാണോ സിസി എന്നുള്ള വാക്കിന്റെ അർത്ഥം? പക്ഷേ സിസി, ഇവര് സിസിയോട് കാണിച്ച നിലപാട് ശരിയാണോ? അല്ല, അല്ല, പിഷാരടി ചേട്ടൻ അല്ല, നിങ്ങൾ അല്ല, പിഷാരടി ചേട്ടൻ പറഞ്ഞു ഇവർക്ക് നിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ അവർക്കറിയാം എന്റെ കൂടെ നിന്നാൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന്. മനഃപൂർവ്വം അവർ ഒഴിവാക്കി. എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലേ? അത് സംഘടിതമായിട്ട് ആക്കാൻ പറ്റും. ഈ സന്ദർഭത്തിൽ സിസിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ അറിയാമോ? നിനക്കൊന്നും ഒരു കാലത്തും സമ്മാനം കിട്ടാതെ പോട്ടെ എന്ന് ഒരു ഒറ്റ. അല്ല, ഇതൊക്കെ എന്റെ മനസ്സിൽ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ ഒക്കെ വെച്ച് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. മനസ്സിൽ ഓൾറെഡി ബ്രാഗി നേർന്ന് കഴിഞ്ഞു ഇവർക്ക് എല്ലാവർക്കും അല്ലേ? ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഒരു സ്ത്രീ ശാപം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം എന്താ പറയുക, നമ്മുടെ ഈ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സീരിയലുകൾ നടക്കുന്ന സമയമാണ്. സീരിയലിൽ കാണുന്നവർക്ക് ഈ പ്രാക്കും മൂച്ചേട്ട സ്വഭാവങ്ങളും ഈ മനുഷ്യൻ മനുഷ്യൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് അയ്യോ പറയണ്ട, എന്താ പറയുക, ഒരു സ്ത്രീയാണെന്ന് ഓർമ്മയാണ് രാജേഷ്. ഇല്ല, എനിക്ക് കേക്കണ്ട. രാജേഷിന്റെ കുടുംബം തകരും. അത് പറയിപ്പിക്കണം പ്ലീസ്. മോളെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമ്മൾ 5 പേര് പങ്കെടുക്കണം, നീ എന്തായാലും വരണം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിയേട്ടാ. പിന്നെ വെച്ചപ്പോഴാണ് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, അയ്യോ ഇനി വേറെ ഞാൻ പറഞ്ഞില്ലെങ്കിലോ. അപ്പൊ തന്നെ വിളിച്ചു, രാജേഷ് ഏട്ടാ എനിക്ക് വരാൻ പറ്റില്ല, ഇതുപോലെ പ്രോഗ്രാം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അയ്യോ നീ ഇല്ലാണ്ട് പറ്റില്ല. ഈ സമയത്ത് ഞാൻ എവിടെ പോയി ആരൊപ്പിക്കാനാടീന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ രാജേഷേട്ടനൊക്കെ ഇങ്ങനെ പറയുന്നു, എന്നൊരു കാര്യം ചെയ്യും, നീ പൊക്കോ, അവിടെ എന്തെങ്കിലും പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ച് ഈ രാജേഷേട്ടൻ്റെ ഒപ്പം 7:45 വൈറ്റിലിൽ നിക്കാൻ പറഞ്ഞിട്ട് 7:45 തൊട്ട് 8:15 വരെ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, സംഭവിച്ചു. ഹലോ സിസി, ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഉള്ള കാര്യം ഫസ്റ്റ് എപ്പിസോഡിൽ ഇവർക്ക് അറിയില്ലായിരുന്നു. സിസി ശപിക്കൂ, എനിക്ക് അത് ഏതായാലും ഇവരെന്റെ ചേട്ടന്മാര് തന്നെയാ. അപ്പോ ഇവര് കളിക്കട്ടെ. സിസിക്കുള്ള സമ്മാനം എടുത്തുകൊണ്ടെന്ന് സിസി പുറത്തു പോയിട്ടൊരു മൂലയ്ക്ക് ഇന്നസെന്റ് ചന്ദ്രലേഖയിൽ പൂജാപത്രനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരും കാണാതൊന്ന് കരഞ്ഞൂടെ എന്ന് പറയുന്ന പോലെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് നല്ല ഒഴിവുള്ളൊരു മരത്തിന്റെ ഒട്ടി പോയി നിന്നിട്ട് ഈ സമ്മാനം കെട്ടിപ്പിടിച്ച് എന്ന് പൊട്ടി കരഞ്ഞോളൂ കേട്ടോ. എന്നാ ചാറ്റ് എടുത്തിട്ട് പോക്കോളൂ. ഓക്കെ.